എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ മൂന്നാമത്തെ മൊഡ്യൂളായ ഫൈനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: ദ ഹോൾഡേഴ്സ് ഓഫ് വിച്ച് ഇൻസ്ട്രുമെന്റ്സ് ആർ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഹാവ് വോട്ടിംഗ് റൈറ്റ്. അതായത് ഏത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കാണ് കമ്പനിയുടെ മെമ്പേഴ്സ് എന്നുള്ള ഒരു കൺസിഡറേഷൻ കിട്ടുന്നത്, അതേപോലെ തന്നെ വോട്ടിംഗ് റൈറ്റും കിട്ടുന്നത്. ഓപ്ഷൻ എ കൊമേഴ്ഷ്യൽ പേപ്പർ, ഓപ്ഷൻ ബി ട്രഷറി ബിൽ, ഓപ്ഷൻ സി ഡിബഞ്ചർ, ഓപ്ഷൻ ഡി ഇക്വിറ്റി. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനിയുടെ മെമ്പേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഇക്വിറ്റി ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഫിസിക്കൽ certificates of an investor are converted to an equivalent number of securities in the electronic form. Option A materialization, option B rematerialization, option C conversion, option D dematerialization. അതായത് പണ്ട് കാലങ്ങളിൽ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ ആ ഒരു ഷെയറിന്റെ പകരമായിട്ട് അവരൊരു ഫിസിക്കൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇഷ്യൂ ചെയ്തിരുന്നത്. അതായത് ഒരു പേപ്പർ ഫോമിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇഷ്യൂ ചെയ്തിരുന്നത്. പിന്നീട് ഈ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താന്നാണ് ചോദിച്ചത്. സിമ്പിൾ ആണ്. അതിന് ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് കേട്ടോ, ഡീമെറ്റീരിയലൈസേഷൻ ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ dematerialization is the process by which physical certificates of an investor are converted to an equivalent number of securities in electronic form. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. Buying and selling of shares can be done through a dash. Option A depository, option B bank, option C stock exchange, option D ഫൈനാൻസ് കമ്പനി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതായത് ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എന്തിലൂടെയാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആൻഡ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് എ ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അതായത് സേവേഴ്സും ബോറോവേഴ്സും നമ്മൾ ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? അതേപോലെ തന്നെ സേവേഴ്സും ഇൻവെസ്റ്റേഴ്സും നമ്മൾ ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ മാർക്കറ്റിംഗ്, ഓപ്ഷൻ ബി ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ഓപ്ഷൻ സി മണി മാർക്കറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ? ആൻസർ ആയിട്ട് വരുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ്. ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് സേവേഴ്സും ബോറോവേഴ്സും നമ്മളൊരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ സേവേഴ്സും ഇൻവെസ്റ്റേഴ്സും നമ്മളൊരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അഞ്ചാമത്തെ ചോദ്യം. Which of the following is the function of financial market? Option A mobilization of savings, option B price fixation, option C provide liquidity to financial asset, option D all of the above. അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചത്. അപ്പൊ ഇതിൽ പറഞ്ഞ എല്ലാ ഫങ്ഷൻസും ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫങ്ഷൻ ആണ്. അതായത് സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ അസറ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ അസറ്റിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ദ ഓർഗനൈസേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രൊവൈഡ് ലോങ് ടേം ഫണ്ട്. ഓപ്ഷൻ എ ക്യാപിറ്റൽ മാർക്കറ്റ്, ഓപ്ഷൻ ബി മണി മാർക്കറ്റ്, ഓപ്ഷൻ സി പ്രൈമറി മാർക്കറ്റ്, ഓപ്ഷൻ ഡി സെക്കൻഡറി മാർക്കറ്റ്. അതായത് കമ്പനീസിന് ലോങ് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദി ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് ലോങ് ടേം ഫണ്ട്. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യം. When securities are allotted to institutional investors and some selected individual is referred to as dash. Option A initial public offer, option B offer through prospectus, option C private placement, option D offer for sale. അതായത് കമ്പനി സെലക്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യണം, അല്ലെങ്കിൽ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വൽസിന് ഷെയർ ഇഷ്യൂ ചെയ്യണം. അപ്പൊ ഈ ഒരു പ്രോസസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. ഇത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പം when securities are allotted to institutional investors and some selected individuals is referred to as private placement. Okay, then എട്ടാമത്തെ ചോദ്യം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് is known as dash market
ഫോർ സെക്യൂരിറ്റീസ്? ഓപ്ഷൻ എ പ്രൈമറി മാർക്കറ്റ്, ഓപ്ഷൻ ബി സെക്കൻഡറി മാർക്കറ്റ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ മാർക്കറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് മാർക്കറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്? അത് സെക്കൻഡറി മാർക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മാർക്കറ്റ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ 9ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് മണി മാർക്കറ്റ്? ഓപ്ഷൻ എ കോൾ മണി, ഓപ്ഷൻ ബി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ സി ട്രേഡ് ബിൽസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. അതായത് മണി മാർക്കറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതായത് കോൾ മണി ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രേഡ് ബിൽസ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ 10ാമത്തെ ചോദ്യം നോക്കൂ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെബി ആക്ട് വാസ് പാസ്ഡ് ഇൻ ഡാഷ്. എന്താണ് സെബി? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതായത് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ് സെബി ആക്ട്. അതേപോലെ തന്നെ സെബി ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ് സെബി, അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ സെബി ആക്ട് പാസ് ചെയ്തത് എന്നാണ് ചോദിച്ചത്. അപ്പൊ സെബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കാം. അപ്പൊ ഓപ്ഷൻ ആയിട്ട് വരുന്നത് എ 1988, ഓപ്ഷൻ ബി 1990, ഓപ്ഷൻ സി 1991, ഓപ്ഷൻ ഡി 1992. സെബി ആക്ട് പാസ് ചെയ്തത് 1992 ആണ് കേട്ടോ. സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറിയത് 1992 കേട്ടോ. ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ദെൻ അടുത്തത്, the administrative head office of SEBI is at dash. Option A ന്യൂഡൽഹി, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി കൽക്കത്ത, ഓപ്ഷൻ ഡി ചെന്നൈ. അതായത് സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചത്. ബോംബെ ആണ് കേട്ടോ. ബി ബോംബെ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 12ാമത്തെ ചോദ്യം, സെൻസെക്സ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓപ്ഷൻ ബി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആണെന്നാണ് ചോദിച്ചത്. അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് കേട്ടോ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി. അതൊന്ന് പഠിച്ചു വെക്കണേ. തന്നെ അടുത്ത നോക്കൂ, എ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഡാഷ്. ഓപ്ഷൻ എ ഷോസ് ട്രെൻഡ്സ് ഇൻ ദ മാർക്കറ്റ്, ഓപ്ഷൻ ബി പ്രൊവൈഡ് വെയ്റ്റ്സ് ടു ഷെയർസ്, ഓപ്ഷൻ സി ഷോ ദ വോളിയം ഓഫ് ട്രേഡ് ഇൻ മാർക്കറ്റ്, ഓപ്ഷൻ ഡി ഷോസ് ട്രാൻസാക്ഷൻസ് ഓഫ് ഷെയർസ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ഇപ്പൊ നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ എന്താണ് കാണിക്കുന്നത്? അത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ട്രെൻഡ് ആണ് കാണിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഷോസ് ട്രെൻഡ്സ് ഇൻ ദ മാർക്കറ്റ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ദെൻ 14ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. BSE ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി 15ാമത്തെ ചോദ്യം, മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് യൂഷ്വലി ഫോർ 1 year ഈസ് കോൾഡ്. ഓപ്ഷൻ എ ക്യാപിറ്റൽ മാർക്കറ്റ്, ഓപ്ഷൻ ബി മണി മാർക്കറ്റ്, ഓപ്ഷൻ സി പ്രൈമറി മാർക്കറ്റ്, ഓപ്ഷൻ ഡി സെക്കൻഡറി മാർക്കറ്റ്. അതായത് വെരി ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്ന മാർക്കറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അതായത് ഒരു വർഷത്തിന് താഴെ ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കറ്റ്, അത് മണി മാർക്കറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 16ാമത്തെ ചോദ്യം, ഡാഷ് ഇസ് എ പ്ലേസ് വെർ ഫോറിൻ മണീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഓപ്ഷൻ എ മണി മാർക്കറ്റ്, ഓപ്ഷൻ ബി ഫൈനാൻഷ്യൽ മോർട്ടേജ് മാർക്കറ്റ്, ഓപ്ഷൻ സി ഫോറക്സ് മാർക്കറ്റ്, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് ഫോറിൻ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഫോറക്സ് മാർക്കറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ദെൻ അടുത്ത നോക്കൂ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ. ഓപ്ഷൻ എ 1939, ഓപ്ഷൻ ബി 1949, ഓപ്ഷൻ സി 1945, ഓപ്ഷൻ ഡി 1935. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ഇന്ത്യയിലെ ബാങ്കുകളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ആക്ട് ആണ്. അത് പാസ് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചത്. അത് 1949 കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ 18ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ആൻ എമൗണ്ട് ബോറോവ്ഡ് ഓർ ലെൻഡ് ഓൺ ഡിമാൻഡ് ഫോർ എ വെരി ഷോർട്ട് പീരീഡ്. ഓപ്ഷൻ എ കോൾ മണി, ഓപ്ഷൻ ബി നോട്ടീസ് മണി, ഓപ്ഷൻ സി ബോത്ത് ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് എബോ. അതായത്
വെരി ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഫണ്ട് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ബോത്ത് എ ആൻഡ് ബി ആണ് കേട്ടോ. കോൾ മണി ആൻഡ് നോട്ടീസ് മണിയാണ്. കോൾ ആൻഡ് നോട്ടീസ് മണി എന്ന് പറയും. ഇനി അടുത്ത നോക്കൂ. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഓൾസോ കോൾഡ് ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ്, ഓപ്ഷൻ ബി ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ്, ഓപ്ഷൻ സി സെക്യൂരിറ്റീസ്, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ സെക്യൂരിറ്റീസ്. അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ദെൻ 20ാമത്തെ ചോദ്യം നോക്കൂ. BSE's online trading system is called option A Colt, option B Dolt, option C Bolt, option D Rolt. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ബോൾട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത് നോക്കൂ. 21ാമത്തെ ചോദ്യം. ദ അപ്പെക്സ് അതോറിറ്റി ഓഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി. ഓപ്ഷൻ എ IBRD, ഓപ്ഷൻ ബി IRDA, ഓപ്ഷൻ സി RBI, ഓപ്ഷൻ ഡി LIC. അതായത് ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും ഹയർ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് IRDA ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ദെൻ 22ാമത്തെ ചോദ്യം നോക്കൂ. ഗ്രൂപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് ബൈ ദ സെക്യൂരിറ്റീസ് ആൻഡ് ദേ വിൽ buy and sell securities themselves to push up the price is termed as option A price rigging, option B insider trading, option C fair dealing, option D പ്രൈസ് സ്പെക്കുലേഷൻ. അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഷെയറിന്റെ പ്രൈസ് ആർട്ടിഫിഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് സ്പെക്കുലേറ്റേഴ്സ് നടത്തുന്ന ഈ ഒരു പ്രോസസ്സിനെ, ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതിനെ പ്രൈസ് റിഗിംഗ് എന്നാണ് കേട്ടോ പറയാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ എന്താണ് പ്രൈസ് റിഗിംഗ്? ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ഷെയർസിന്റെ പ്രൈസ് ആർട്ടിഫിഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ വേണ്ടിയിട്ട് ഒരു ബൾക്ക് ഷെയർസ് പെട്ടെന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രൈസ് റിഗിംഗ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ദെൻ 23ാമത്തെ ചോദ്യം നോക്കൂ. ഇഫ് എ കമ്പനി issues additional securities, first it is offered to existing shareholders. It is known as option A preferential right, option B right issue, ഓപ്ഷൻ സി പ്രൈവറ്റ് പ്ലേസ്മെന്റ്, ഓപ്ഷൻ ഡി അണ്ടർറൈറ്റിംഗ്. അതായത് ഒരു കമ്പനി അഡീഷണൽ ആയിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അപ്പൊ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഷെയർസ് ആദ്യം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യണം. അപ്പൊ ഈ ഒരു റൈറ്റ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇത് റൈറ്റ് ഇഷ്യൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു റൈറ്റ് ആണത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ 24ാമത്തെ ചോദ്യം നോക്കൂ. മെത്തേഡ് ഓഫ് floating capital from primary markets are option A IPO, option B public issue, option C new fund offer, option D all the above. അതായത് പ്രൈമറി മാർക്കറ്റിൽ നിന്നും ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി കമ്പനീസ് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതൊക്കെ ക്യാപിറ്റൽ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, അതേപോലെ തന്നെ പബ്ലിക് ഇഷ്യൂ, ന്യൂ ഫണ്ട് ഓഫർ. അപ്പൊ ഓൾ ഓഫ് ദി എബോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ദെൻ 25ാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് ഈസ് ഫൈനാൻസിങ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡ് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ദാറ്റ് ആർ ബിലീവ്ഡ് ടു ഹാവ് ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ. അതായത് ഇൻവെസ്റ്റേഴ്സ് ചില സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഡിബഞ്ചേഴ്സ്, ഓപ്ഷൻ ബി വെഞ്ചർ ക്യാപിറ്റൽ, ഓപ്ഷൻ സി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ആണ് കേട്ടോ. അപ്പൊ വെഞ്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ ചില ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനെ വെഞ്ചർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.